പിന്നെ ഒരു ഇത് കണ്ടത് എന്താന്ന് വെച്ചാല് മാരാര് വിഷ്ണുവിന്റെ അടുത്ത് ചോദിച്ചു നമ്മള് എനിക്ക് നെഗറ്റീവ് ആണോന്ന് പറഞ്ഞിട്ടൊക്കെ കുറെ ഇതൊക്കെ കണ്ടു ഇല്ലേ. അത് ഞാൻ തന്നെ മാരാരുടെ അടുത്ത് ഉച്ചയ്ക്ക് ഫസ്റ്റ് ലാലേട്ടൻ അതായത് ഞാനിങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ ഫേസ്ബുക്കിൽ ഇപ്പൊ നമ്മളെന്താ ഒരു കാര്യം ഫേസ്ബുക്കിൽ നമ്മൾ എഴുതിയിടും, അത് പറ്റിയില്ലെങ്കിലും നമ്മുടെ അടുത്ത് ഡയറക്റ്റ് ഇപ്പൊ നോട്ട് നോക്കിയിട്ട് ആരും അങ്ങനെ ഒന്നും പറയൊന്നുമില്ല. ഞാൻ ഫേസ്ബുക്കിൽ എന്ത് പോസ്റ്റ് ഇട്ടാലും അതില് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ കുറെ ഫേക്ക് ഐഡീസ് എന്നൊക്കെ വന്നിട്ടുള്ള ഇതായിരിക്കും. പിന്നെ ഞാൻ ഇങ്ങനെ തന്നെയാണ്, അത് തന്നെയാണ് എന്റെ നാട്ടിൽ എല്ലാവർക്കും. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒറിജിനൽ എന്നുള്ള ടാഗ്ലൈനാണെങ്കിൽ ഞാൻ ഒറിജിനൽ ആയിട്ട് നിന്നിട്ടുള്ളതാണ് എന്റെ വിശ്വാസം. എനിക്ക് ഒറിജിനൽ ആയിട്ട് തോന്നിയിട്ടുള്ള മറ്റ് കണ്ടസ്റ്റൻസ് ഞാൻ ആദ്യം ശോഭ പത്ത് ഡ്യൂലാന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ശോഭനെ വീട്ടിൽ കുറച്ച് ഇറക്കി കഴിഞ്ഞപ്പോൾ ശോഭ ഡ്യൂലല്ല ശോഭ ഇങ്ങനെ എല്ലാവരും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് പോകും, എല്ലാവരും പറയുന്നത് വിശ്വസിച്ചു. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണെന്ന് എനിക്ക് ഫീൽ ചെയ്തത് ലാസ്റ്റ്. പിന്നെ എനിക്ക് ആദ്യമൊക്കെ ഈ ശോഭനെ കളിയാക്കുന്ന ഒരു രസമായിട്ട് തോന്നിയെങ്കിലും പിന്നീട് ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ ഇപ്പോൾ അത് ഭയങ്കര പുള്ളിങ് അവള് തന്നെ എൻ്റെ അടുത്ത് കുറെ പറഞ്ഞു. സ്വാഭാവികമായിട്ട് അവിടെ ഒറ്റപ്പെട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഇതാണല്ലോ, വേറെ വീട്ടുകാരായിട്ട് കോണ്ടാക്ട് ഇല്ല, ആരായിട്ടും കോണ്ടാക്ട് ഇല്ല. അപ്പോൾ ഈ നമ്മൾ ഒറ്റപ്പെട്ടിട്ട് നിൽക്കുന്ന ഇങ്ങനെ വളഞ്ഞ് എല്ലാവരും കൂട്ടിയിട്ട് കളിയാക്കുന്ന സ്വാഭാവികമായിട്ട് അത് ഭയങ്കര ഒരു ബുള്ളിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാനത് മാരാരുടെ അടുത്ത് പറയുകയും ചെയ്തു. അപ്പോ പിന്നെ ഒരു ഇത് കണ്ടത് എന്താന്ന് വെച്ചാല് മാരാര് വിഷ്ണുവിന്റെ അടുത്ത് ചോദിച്ചു നമ്മള് എനിക്ക് നെഗറ്റീവ് ആണോന്ന് പറഞ്ഞിട്ടൊക്കെ കുറെ ഇതൊക്കെ കണ്ടു ഇല്ലേ. അത് ഞാൻ തന്നെ മാരാരുടെ അടുത്ത് ഉച്ചയ്ക്ക് ഫസ്റ്റ് ലാലേട്ടന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്തിട്ട് ഞാൻ മാരാരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, മാരാരെ ഇനി ശോഭനെ ഈ കളിയൊക്കെ നിർത്ത്, അത് ചിലപ്പോൾ നെഗറ്റീവിലേക്ക് വരാം. കാരണം ഞാൻ ഇവിടെ നിന്ന് പോണ സമയത്ത് മാരാർക്ക് നെഗറ്റീവ് ആയിരുന്നു, മറ്റേ 1-2 അട്ടപ്പാടി മധുവിന്റെ വിഷയത്തിലും ഇതിലൊക്കെ. അപ്പൊ പിന്നെ ഇതിന്റെ ഇടയിലുണ്ടാവണത് നമുക്ക് എന്താന്നുള്ളത് അറിയില്ല. സോ ഞാൻ മാരാരുടെ അടുത്ത് അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പോയി അതന്നെ ആയിരിക്കുമല്ലോ വിഷ്ണുവിന്റെ അടുത്തും പറഞ്ഞത്. അപ്പൊ മാരാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, മാരാരെ ഇങ്ങനെ നമ്മൾ ഈ ഒരാളെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് പോയത് അവർക്ക് വിഷമാവുകയും ചെയ്യും, നമുക്ക് അത് ഫ്യൂച്ചറിൽ ചിലപ്പോൾ അത് ഭയങ്കര ഹേറ്റേഴ്സ് അല്ല. ടോം ആൻഡ് ജെറി ഗെയിം സ്റ്റാർട്ടിങ്ങിൽ